എല്ലാ കുട്ടികൾക്കും ഹരിശ്രീ ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ SSLC ബാച്ചിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനും നമ്മുടെ ഇംഗ്ലീഷിലെ ടെക്സ്റ്റിനെ കുറിച്ച് ഒന്ന് നോക്കാനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ ഈ വർഷത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഈ വർഷത്തെ പുതിയ ടെസ്റ്റാണ്. നമ്മുടെ പഴയ ടെസ്റ്റ് പോലെയല്ല. പഴയ ടെസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് പഴയ ടെസ്റ്റിനെ കുറിച്ച് അറിയത്തുണ്ടാവില്ല, കാരണം നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളാണ്. പക്ഷേ നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പുതിയ ടെക്സ്റ്റിൽ ഏകദേശം അതേപോലെ ഉള്ള ഒരു ടെക്സ്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ മൊത്തം 3 യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ യൂണിറ്റിലും 3 ചാപ്റ്റേഴ്സ് വീതമാണ്, നമ്മുടെ പഴയതുപോലെയാണ്. അപ്പോൾ സെക്കൻഡ് ടെക്സ്റ്റിൽ 2 യൂണിറ്റ് കൂടെയും അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചാപ്റ്റർ വീതം, മൊത്തം ഒരു ടോട്ടൽ 15 ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇംഗ്ലീഷിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിച്ച് കഴിയുന്നത് കൂടെ തന്നെ അതിൻ്റെ കൂടെയുള്ള എക്സ്ട്രാ വർക്കൗട്ടും ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം ഞങ്ങൾ നവംബർ മാസത്തോടു കൂടി എന്ത് ചെയ്യും, കഴിയും. അതിനുശേഷമുള്ള ആ ഒരു 3 മാസം, ജാനുവരി, ഫെബ്രുവരി, പിന്നെ ഡിസംബർ, ആ ഒരു 3 മാസം, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ആ ടൈമിൽ ഫുള്ളും റിവിഷൻ ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡഡ് റിവിഷൻ ക്ലാസ്സുകളും അതിൻ്റെ കൂടെ തന്നെ ലൈവ് റിവിഷൻ ക്ലാസ്സുകളും ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂണിറ്റിലേക്ക് ഞങ്ങൾ പോകാം. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ്. ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് വെച്ചാൽ പരീക്ഷണങ്ങളും വിജയവും. ഓക്കെ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ആ പരീക്ഷണങ്ങൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര കൃത്യസമയം നമ്മൾ ചെയ്തു തീർക്കുന്നു, അതിനനുസരിച്ചുള്ള വിജയം, ആ ഒരു ഇതാണ് നമ്മുടെ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ യൂണിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ ബ്രൈറ്റ്ലി. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അപ്പോൾ ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ആൻറ്റ്വാൻ ഡി സെയിന്റ് എക്സുപ്പറി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. ഹൃദയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായി കാണാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദി ഐ. നമുക്ക് ആവശ്യമുള്ളത് കണ്ണുകൾക്ക് ഇൻവിസിബിൾ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണ് കൊണ്ട് കാണുന്നതല്ല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് കാണുന്നതാണ് സത്യത്തിൽ യഥാർത്ഥം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ഡിസ്റ്റോപ്യൻ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. കുറച്ച് ബ്രോക്കൺ ഡൗൺ ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്സും അതിൻ്റെ സെൻറ്ററിൽ ഒരാൾ നിൽക്കുന്നു, അയാളുടെ കയ്യിലൊരു പക്ഷി വന്നിരിക്കുകയാണ്, ബാക്കിലൊരു സൂര്യൻ്റെ ആ ഒരു സൺസെറ്റ് നമുക്കവിടെ കാണാം. താഴെ നോക്കുകയാണെങ്കിൽ കുറച്ച് കൈകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ആ കൈകളുടെ നിറങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, പലതും പല നിറത്തിലാണുള്ളത്. ആ നിറങ്ങൾ അല്ലെങ്കിൽ ആ കൈകളെല്ലാം ആ പ്ലാന്റിൻ്റെ വൈൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊരു രീതി നമുക്കിവിടെ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ യൂണിറ്റിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. മൊത്തം 3 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഇവിടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. കഴിഞ്ഞ വർഷം നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഷോർട്ട് സ്റ്റോറിയാണ്. അടുത്തതൊരു സർവൈവർ ടെസ്റ്റ് മണി, അതിൻ്റെ ഇൻ ദി ആക്ടിക്, അത് വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്ന ഒരാളുടേതാണ്. അടുത്ത് വരുന്നത് ഡ്രമാറ്റിക് സ്പീച്ചാണ്, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ, നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രമാറ്റിക് സ്പീച്ച്, ഒരു നാടകത്തിൽ നിന്ന് എടുത്തുള്ള ഒരു സ്പീച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ എത്തുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദെയർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദി നൈറ്റ്. ഓക്കെ, ദെയർ ഈസ് നോ സൺ വിത്തൗട്ട് ഷാഡോ, നിഴലില്ലാതെ സൂര്യനില്ല, അതായത് ഇരുട്ടില്ലാതെ വെളിച്ചമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദി നൈറ്റ്. രാത്രിയെ അറിയേണ്ടത് വളരെ അത്യാവശ്യവുമാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ആൽബർട്ട് കാമ്യൂ എന്ന് പറയുന്ന ഒരാളുടെ വാചകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇരുട്ടും വെളിച്ചവും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വാട്ട് യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഈ കോണ്ടെക്സ്റ്റിൽ സണ്ണും ഷാഡോവും ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമുക്ക് വേണമെങ്കിൽ ട്രൂത്തും ഫോൾസും അല്ലെങ്കിൽ നല്ലതും ചീത്തയും എന്ന് അങ്ങനെ പറയാം. വാട്ട് ഈസ് ദി നൈറ്റ് റെപ്രസെൻറ്റ്? നൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും ഒരു ഇരുണ്ട വശമുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ?
നല്ല സമയവും മോശം സമയവും ബന്ധിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയാറുണ്ട്, ഇന്ന് നിനക്ക് മോശം സമയമാണെങ്കിൽ അത് നാളെ നിനക്ക് നല്ല സമയമായി മാറും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് നമുക്ക് മോശം സമയമാണെന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കാതെ നാളെ നമുക്ക് നല്ല സമയം വരും എന്ന് നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ത് ചെയ്യുക, അതിനെ പ്രയത്നിക്കുക. ഓക്കെ, നമുക്കിനി പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിലേക്ക് പോകുന്നത് ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. കൈൻഡ്നസ് ആൻഡ് എപ്പത്തി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ആവശ്യമുള്ള രണ്ട് ക്വാളിറ്റീസാണ് കൈൻഡ്നസ്സും എംപതിയും. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. ഈ കൈൻഡ്നസ്സും എമ്പതിയും, കരുണ, ദയ, ഇതേപോലുള്ള അനുകമ്പ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ലൈറ്റ് ആൻഡ് ഹോപ്പ് സ്പ്രെഡ് ചെയ്യുന്നു. ലൈറ്റും ഹോപ്പും, വെളിച്ചവും പ്രതീക്ഷയും സ്പ്രെഡ് ചെയ്യുന്നു. എപ്പോഴ്? ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. നമ്മുടെ മോശപ്പെട്ട അവസ്ഥയിൽ പോലും ഈ രണ്ട് സംഭവങ്ങൾ, കൈൻഡ്നസ്സും എമ്പതിയും, നമുക്ക് ലൈറ്റും ഹോപ്പും സ്പ്രെഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. നമ്മുടെ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒറ്റപ്പെടുത്താറുണ്ട് നമ്മുടെ സമൂഹം. ആരെയാണ്? ഡിഫറൻ്റ് ആയിട്ടുള്ളവരെ, വ്യത്യസ്തപ്പെട്ടവരെ. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. എസ്പെഷ്യലി പ്രത്യേകിച്ചും ആരെയാണ്? വീക്കായിട്ടുള്ളവരെയും വൾണറബിൾ ആയിട്ടുള്ളവരെയും. വീക്ക് എന്ന് വെച്ചാൽ ദയാലു അല്ലെങ്കിൽ ശക്തിയില്ലാത്തവരെ. വൾണറബിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കീഴ്പ്പെടുത്താൻ പറ്റുന്നവരെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവരെ, കൂടുതൽ അവരെയാണ് വൾണറബിൾ എന്ന് പറയുന്നത്. അവരെ നമ്മുടെ സൊസൈറ്റി ഐസൊലേറ്റ് ചെയ്യാറുണ്ട്, ഒറ്റപ്പെടുത്താറുണ്ടെന്നാണ് പറയുന്നത്. We may not always realize that even small acts of compassion can have a significant impact on many lives. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്നേഹത്തിൻ്റെ ചെറിയൊരു ആക്ട് പോലും, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ചെറിയൊരു ഹെൽപ്പ് പോലും പലരുടെ ജീവിതത്തിലും ഒരു വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാറുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എനോർമസ് എന്ന് വെച്ചാൽ എന്താണ്? വലുത് അല്ലെങ്കിൽ ഭീമാകാരമായ, വലിയ വിങ്സ് ഉള്ള, ചിറകുള്ള ഒരു വെരി ഓൾഡ് മാൻ. എഴുതിയിരിക്കുന്നത് ഗബ്രിയൽ ഗാർസിയ മാർക്കസ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ചയായിട്ട് പോലും ലൈറ്റ് വളരെ വീക്കായിരുന്നു, സൂര്യൻ്റെ പ്രകാശം വളരെ കുറവായിരുന്നു. വെൻ പെലേയോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. പെലേയോ ആണ് നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രം. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തിന് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ലൈറ്റ് വളരെ വീക്കായതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ കോർട്ട്യാർഡ്, തൻ്റെ പുറകിലത്തെ ആ ഒരു, നമ്മൾ വടക്ക് വശം എന്ന് പറയാറില്ല, അതിൻ്റെ പുറകിൽ അവിടെ മൂവ് ചെയ്യുന്ന, ഗ്രോൺ ചെയ്യുന്ന, അനങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു മുരൾച്ച പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ അതിനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. ഒരുപാട് അടുത്ത് പോയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു ഓൾഡ് മാൻ ആണ്, എ വെരി ഓൾഡ് മാൻ, ഒരു വയസ്സായ ആളാണെന്ന് മനസ്സിലായത്. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ചെളിയിൽ തല വെച്ച് കിടക്കുകയായിരുന്നു അദ്ദേഹം. ഓക്കെ, ഫേസ് ഡൗൺ എന്ന് വെച്ചാൽ തല അങ്ങനെ കമഴ്ത്തി വെച്ച് കിടക്കുകയായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്ട് ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ് ഇംപെഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ ട്രമൻഡസ് എഫേർട്സ് എടുത്തിട്ട് പോലും, നല്ലവണ്ണം അദ്ദേഹം പ്രയത്നിച്ചിട്ട് പോലും അദ്ദേഹത്തിന് എണീക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിങ്സ്, ആ എനോർമസ് വിങ്സ് അദ്ദേഹത്തെ എണീക്കുന്നതിൽ നിന്നും തടയുകയായിരുന്നു. ഇംപെഡഡ് എന്ന് വെച്ചാൽ തടയുക, പ്രിവെൻറ്റ് ചെയ്യുക. ഫ്രൈറ്റൻഡ് ബൈ ദ സൈഡ് പെലേയോ റാൻ ടു ഗെറ്റ് എലിസെൻഡ ഹിസ് വൈഫ്. ഇദ്ദേഹത്തിനെ കണ്ട് പേടിച്ച പെലേയോ തൻ്റെ വൈഫായ എലിസെൻഡയെ വിളിക്കാനായിട്ട് പോയി. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അസുഖം ബാധിച്ച് കിടക്കുന്ന തൻ്റെ കുട്ടിയുടെ ശരീരത്തിലേക്ക് കംപ്രസസ്, നമ്മുടെ കിഴി എന്നൊക്കെ പറയാറില്ലേ, പനി വരുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിൽ നമ്മൾ വയ്ക്കാറുള്ള തുണി, ആ ഒരു ഇതാണ് കംപ്രസസ് എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ കുട്ടിയെ പരിപാലിക്കുകയായിരുന്നു എലിസെൻഡ, പെലേയോയുടെ വൈഫ്. He took her to the rear of the courtyard. They both looked at the fallen body. രണ്ടുപേരും എന്തോന്ന് ചെയ്തു? ആ കോർട്ട്യാർഡിലേക്ക് പോയി. അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ആ ഓൾഡ് മാൻ, ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി, ആ വിഴുന്ന് കിടക്കുന്ന ശരീരത്തെ, ഓൾഡ് മാനെ നോക്കുകയായിരുന്നു രണ്ടുപേരും. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. റാക്ക് പിക്കർ എന്ന് വെച്ചാൽ ഈ പഴയ തുണികളൊക്കെ കളക്ട് ചെയ്യാറില്ലേ, നമ്മുടെ എന്താ പറയുക, വീട്ടിലൊക്കെ വന്നിട്ട് പഴയ തുണികൾ കളക്ട് ചെയ്യാറുള്ള പിച്ചക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു റാക്ക് പിക്കറിനെ പോലെ ഡ്രസ്സ് ചെയ്തിരിക്കുകയായിരുന്നു അയാൾ, ആ വിഴുന്ന് കിടക്കുന്ന വിങ്സ് ഉള്ള ഓൾഡ് മാൻ. There were only a few faded hairs left on his bald skull and very few teeth in his mouth.
അദ്ദേഹത്തിൻ്റെ തലയിൽ വളരെ കുറച്ച് മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബോൾഡായിട്ടുള്ള തലമുടിയൊന്നും ഇല്ലാത്ത ആ ഒരു തലയിൽ വളരെ കുറച്ച് തലമുടികൾ മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ കുറച്ച് പല്ലുകളും ഉണ്ടായിരുന്നു, കുറച്ച് പല്ലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഹിസ് പിറ്റ്ഫുൾ കണ്ടീഷൻ സീം ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ദയനീയമായ ഒരു അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന ഒരു മുത്തശ്ശനെ പോലെ എന്നാണ് തോന്നിയത്. മഴയത്ത് നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഗ്രാൻഡർ എന്ന് വെച്ചാൽ സ്റ്റൈൽ, അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, ആ ഒരു സ്റ്റൈൽ, കാണാൻ കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു ഇതെല്ലാം ഈ ഒരു നനഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ മാറി, അല്ലെങ്കിൽ നനഞ്ഞു കിടക്കുന്ന രീതിയിൽ അതെല്ലാം മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ് വെയർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. ബസാർഡ് എന്ന് വെച്ചാൽ ഈ പക്ഷിയാണ് ബസാർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അഡൽട്ട് ബേർഡ് വലുതാകുമ്പോൾ ഈ ബേർഡിൻ്റെ വിങ്സിന് ഏകദേശം 1.4 മീറ്റേഴ്സ് വരെ ലെങ്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ പക്ഷിയെ പോലെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ്, വൃത്തികെട്ടതെന്ന് വെച്ചാൽ ചെളിയും അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച് കിടക്കുന്നതും, ഹാഫ് പ്ലഗ്ഡ് കുറേ തൂവലുകളെല്ലാം പോയിരിക്കുന്നു, പ്ലഗ് ചെയ്തെടുത്ത് കളഞ്ഞിരിക്കുന്നു. വേർ എൻടാങ്കിൾഡ് ഇൻ ദ മഡിൽ, ആ ചെളിയിൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ്. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. ആ ഒരു ശരീരത്തെ ഒരുപാട് നേരം ഒരുപാട് ക്ലോസ് ആയിട്ട് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞതും ആദ്യം കണ്ടപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം, ആ ഒരു സർപ്രൈസ് അവർക്ക് മറികടക്കാൻ കഴിഞ്ഞു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറച്ച് കഴിഞ്ഞത് അല്ലെങ്കിൽ അവസാനമായപ്പോഴേക്കും അവർക്ക് അതൊരു ഫെമിലിയർ ഫേസ് എന്ന രീതിയിൽ തോന്നാൻ തുടങ്ങി. ദെൻ ദേ ഡേർഡ് സ്പീക്ക് ടു ഹിം. ധൈര്യത്തോടെ അവർ സംസാരിക്കാൻ ശ്രമിച്ചു. He answered in an incomprehensible dialect with a strong sailor's voice. ഒരു ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്ട്, മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. സെയിലേഴ്സ് വോയിസ് എന്ന് വെച്ചാൽ നമ്മുടെ കപ്പലിലെ കപ്പിത്താനിൽ അല്ലെങ്കിൽ കപ്പലിൽ ജോലി ചെയ്യുന്നവർ ആ ഒരു വോയിസ്, അതായത് എന്താ പറയുക, കട്ടിയുള്ള വോയിസ് ഇല്ലേ, ഇതേപോലെ ആ ഒരു വോയിസിലാണ് അയാൾ സംസാരിച്ചത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. ഏതോ ഒരു ഫോറിൻ ഷിപ്പിൽ, ഒരു സ്റ്റോം കാരണം റെക്ക് ചെയ്യപ്പെട്ട ഒരു ഫോറിൻ ഷിപ്പിൽ, കൊടുങ്കാറ്റടിച്ച് നശിക്കപ്പെട്ട ഒരു ഷിപ്പിലെ കാസ്റ്റവേ, സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അവിടെ നിന്ന് വഴിതെറ്റി വന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കൺക്ലൂഡ് ചെയ്തു, ഉറപ്പിച്ചു. Then they called in a neighbor woman to see him. അത് കഴിഞ്ഞ് എന്തോന്ന് ചെയ്തു, തൻ്റെ നൈബറായിട്ടുള്ള സ്ത്രീയെ ഇയാളെ കാണാനായിട്ട് അവർ വിളിച്ചു. All she needed was one look to show them their mistake. ആ സ്ത്രീ വന്ന് ഒരു തവണ ഇദ്ദേഹത്തെ നോക്കി. അപ്പോഴാണ് എലിസൻ്റെയും പലേയും ചെയ്ത, അല്ലെങ്കിൽ അവർക്ക് വന്ന ആ ഒരു മിസ്റ്റേക്ക് ഇവർക്ക് മനസ്സിലായത്. അവർ പറഞ്ഞു, ഹീ ഈസ് ആൻ ഏഞ്ചൽ. ഇതൊരു ഏഞ്ചൽ, ഒരു മാലാഖയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്, ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഔട്ട്. ഇദ്ദേഹം ചിലപ്പോൾ തങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാനായിരിക്കും വന്നത്, പക്ഷേ മഴ കാരണം, മഴ ഇദ്ദേഹത്തെ നോക്ക് ചെയ്തെന്ന് വെച്ചാൽ എന്താ പറയുക, അടിച്ചിട്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ തകർത്തു. ഇദ്ദേഹത്തെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴ മാറ്റി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഴയത്ത് ഇദ്ദേഹം നനഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ശക്തിയെല്ലാം പോയി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. On the following day, everyone knew that a flesh and blood angel was held captive in Palayo's house. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ ഏഞ്ചൽ, ഈ മാലാഖമാർ നമ്മൾ പറയാറുള്ളത് എന്താണ്, ഈ ടി വിയിലോ അല്ലെങ്കിൽ സിനിമയിലോ പുസ്തകത്തിലോ വരുന്ന രീതിയിലേ നമ്മളങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ കണ്ടതായിട്ട് അങ്ങനെയില്ല. യഥാർത്ഥത്തിൽ കാണുന്നതിനെയാണ് നമ്മൾ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ചതയും പിന്നെ രക്തവുമുള്ള ജീവി, അതായത് മനുഷ്യനെ പോലെ ഒരു ഏഞ്ചൽ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. അതിനെ കാണാൻ വേണ്ടി പലയോടെ വീട്ടിൽ ക്യാപ്റ്റീവായിട്ട് തടങ്കലിൽ കിടക്കുന്ന ആ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നു. Palayo watched over him all afternoon from the kitchen, armed with his bailiff's club. പലയോ എന്തു ചെയ്തു, തൻ്റെ കിച്ചണിലിരുന്ന് ആ വൈകുന്നേരം മുഴുവൻ അയാളെ നോക്കിക്കൊണ്ടേയിരുന്നു. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ബെയിലിഫ്സ് ക്ലബ് എന്ന് വെച്ചാൽ ബെയിലിഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസറാണ്. ഇത് പ്രിസൺ ഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ നമുക്കൊരു പോലീസുകാരനെന്ന് പറയാം. പ്രിസണേഴ്സിനെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ കണക്കുകൾ, അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് നമ്മൾ ബെയിലിഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലബ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാത്തിയാണ് ബെയിലിഫ്സ് ക്ലബ് എന്ന് പറയുന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് നോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആ ചെളിയിൽ നിന്നും, ആ ഏഞ്ചലിനെ ചെളിയിൽ നിന്നും വലിച്ച് പുറത്തേക്കിട്ട് തൻ്റെ
ഹെൻസിനോടൊപ്പം ചിക്കൻ കൂപ്പിൽ കോഴിക്കൂട്ടിൽ കോഴികളോടൊപ്പം പൂട്ടിയിട്ടു. എ ഷോർട്ട് ടൈം ആഫ്റ്റർ ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. കുറച്ച് കഴിഞ്ഞതും അവരുടെ കുട്ടി അസുഖമില്ലാമായി എണീക്കുകയും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അതിനുശേഷമാണ് ഒരു മാഗ്നാനിമസ് എന്ന് വെച്ചാൽ ജനറസ്, ദാനശീലത അവർക്ക് വന്നത്. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയിൻറ്റ് ഓൺ ദ ഹൈ സീസ്. കോഴിക്കൂട്ടിൽ കിടക്കുന്ന ഏഞ്ചലിനെ മോചിതനാക്കാനും ഒരു റാഫ്റ്റിൽ, ചെറിയൊരു വള്ളത്തിൽ കുറച്ച് ഫ്രഷ് വാട്ടറും പ്രൊവിഷൻസും ഫുഡും, അതായത് 3 ദിവസത്തേക്ക് ആവശ്യമുള്ള ഫുഡും വാട്ടറും എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിധി കടലിലേക്ക് വിടാം, അല്ലെങ്കിൽ അത് തുറന്നു വിടാം എന്നവർ വിചാരിച്ചു. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ ദേ ഫൗണ്ട് ദ ഹോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിംഗ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. പിറ്റേ ദിവസം അതിരാവിലെയുള്ള ആദ്യ വെളിച്ചമായപ്പോഴേക്കും ഇവർ പുറത്തിറങ്ങി അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ആ ചിക്കൻ കൂപ്പിൽ തൻ്റെ ഹോൾ നെയ്ബർഹുഡ്, തൻ്റെ അയൽവാസികളെല്ലാം വന്ന് ആ ഏഞ്ചലിനോടൊപ്പം അവരുടെ ഹാവിങ് ഫൺ വിത്ത് ഏഞ്ചൽ എന്ന് വെച്ചാൽ ഏഞ്ചലിനെ ഇങ്ങനെ തട്ടി വിളിക്കുകയും കമ്പിട്ട് കുത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ തുടങ്ങി. The visitors were tossing him things to eat through the openings in the coop. ആ കൂപ്പിൻ്റെ ഓപ്പണിങ്സിലൂടെ, കോഴിക്കോടിൻ്റെ ആ ഒരു ചെറിയ ഓപ്പണിങ്ങിലൂടെ വിസിറ്റേഴ്സ് ഇദ്ദേഹത്തിന് കഴിക്കാനായിട്ട് ഫുഡുകൾ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേറിൻ്റെ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ പലയ്ക്ക് തോന്നിയത് ഒരു സർക്കസ് അനിമലിനെ പോലെ ആണ് ആ ഏഞ്ചലിനെ അവർ കണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ, അത്ഭുതകരമായ ഒരു ജീവി എന്നതിന് പോലെ ഒരു സർക്കസ് അനിമലിനോട് കാണിക്കുന്ന രീതിയിലാണ് അവരവിടെ ഫുഡ് എറിഞ്ഞു കൊടുക്കുന്നത് എന്നാണ് പലവയ്ക്ക് തോന്നിയത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ആ ക്യാപ്റ്റീവ് ആയിട്ടുള്ള ഏഞ്ചലിനെ ആ ഒരു ന്യൂസ് ആ നാട്ടിൽ വളരെ റാപ്പിഡായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും ഒരു ചന്ത, ഒരു മാർക്കറ്റ് പ്ലേസിൽ ആ ഒരു ബസിൽ, ഒരു തിരക്ക് പോലെ ആ കോർട്ട്യാർഡ് മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ട്രൂപ്സ് അതായത് പോലീസുകാരെ, പട്ടാളക്കാരെ ആ മോബിനെ ഒന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ, ആൾക്കാരെ പറഞ്ഞു വിടാനായിട്ട് അവർക്ക് വിളിക്കേണ്ടി വന്നു. ദി ഗോട്ട് ദി ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദി യാർഡ് ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അങ്ങനെ അവർക്കൊരു ഐഡിയ കിട്ടി. അവർ ഇതിനൊരു ബിസിനസ് ആക്കാൻ തീരുമാനിച്ചു. അവരവരുടെ ആ ഒരു യാർഡിന്, ആ ഒരു മുൻവശത്തെ അല്ലെങ്കിൽ ആ പുറകു വശത്തെ കോഴിക്കോടിരിക്കുന്ന ഒരു സ്ഥലത്ത് വേലി കെട്ടുകയും ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് 5 cents വാങ്ങാനും തുടങ്ങി. 5 cents വാങ്ങാൻ തുടങ്ങി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അത്ഭുതപ്പെട്ടവർ, അതായത് ഇതിനെ കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചവർ ഒരുപാട് ദൂരെ നിന്ന് വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അൺഫോർച്ചുനേറ്റ് ഇൻവലിഡ് എന്ന് വെച്ചാൽ അസുഖം കാരണമോ അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റിയോ ഡിസേബിൾഡ് ആയിട്ടുള്ള, അവർ പോലും തങ്ങളുടെ ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. ഈ കുട്ടിയുടെ അസുഖം, ആ പനി മാറിയത് ഇദ്ദേഹം കാരണമാണെന്ന് വിശ്വസിച്ച പലരും, പല അവസ്ഥയിലുള്ളവരും ഇയാളെ കാണാനായിട്ട് എത്തി. പലയോ ആൻഡ് എലിസൻഡ വെയർ ഹാപ്പി വിത്ത് എ ഫെറ്റീഗ്. ആ ഒരു ഫെറ്റീഗ്, തളർച്ച പോലും അവർക്ക് സന്തോഷം തന്നു എന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹത്തെ കാണാൻ വരുന്ന ആൾക്കാരെ കാണുന്നതും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സംഭവങ്ങളെല്ലാം ഇവർക്ക് തളർച്ച ഉണ്ടാക്കിയെങ്കിലും ഫെറ്റീഗ് ഉണ്ടാക്കിയെങ്കിലും അത് അവർക്ക് സന്തോഷം തന്നു എന്നാണ് പറയുന്നത്. ഇൻ ലെസ് ദൻ എ വീക്ക് ദേ ഹാഡ് ക്രാം ദെയർ റൂംസ് വിത്ത് മണി. ഒരു ആഴ്ച പോലും ആകുന്നതിന് മുമ്പ് അവരുടെ റൂമുകളെല്ലാം പണം കൊണ്ട് നിറയാൻ തുടങ്ങി. Still, the line of pilgrims waiting their turn to enter reached beyond the horizon. എന്നിരുന്നിട്ട് പോലും ഇദ്ദേഹത്തെ കാണാൻ വന്ന ആ ആൾക്കാരുടെ ആ ഒരു ലൈൻ, ഹൊറൈസണിനെ പോലും, ഹൊറൈസൺ എന്ന് വെച്ചാൽ നമ്മുടെ ആകാശവും കടലും ഒത്തുചേരുന്ന ഒരു സ്ഥലത്തെയാണ് ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇവരുടെ ലൈൻ ഒരുപാട് നീളത്തിൽ പോയി, എന്നിട്ടും ഇവർക്ക് മതിയായില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇനിയും ഇദ്ദേഹത്തെ കാണാനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നു. The angel was the only one who took no part in his own act. ഏഞ്ചൽ മാത്രമാണ് തൻ്റെ ഈ പ്രകടനത്തിൽ ഒരു പങ്കും വഹിക്കാത്തത്. He spent his time trying to get comfortable in his borrowed nest. ബോറോ ചെയ്ത ഈ നെസ്റ്റിൽ, കടം ആയിട്ട് കിട്ടിയത് ഈ കൂട്ടിൽ അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം കംഫർട്ടബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. At first they tried to make him eat some mothballs. ആദ്യം ഇവർ കുറച്ച് മോത്ത് ബോൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സുകളുടെ ഇടയിൽ, ക്ലോത്തിൻ്റെ ഇടയിൽ ഈ ചെറിയ ചെറിയ മോത്തുകൾ, ചീവീട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി നാഫ്തലീൻ എന്ന് പറയുന്ന ഒരു
കെമിക്കൽ ഇവർ കിഴി കെട്ടിയിടാറുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ പാറ്റ ഗുളികയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ അത് കഴിപ്പിക്കാനായിട്ട് അവർ ആദ്യം നോക്കി. ബട്ട് ഹി ഹേറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മുഷ്. പക്ഷേ എഗ് പ്ലാന്റ് മുഷ് അല്ലാതെ വേറൊന്നും ഇയാളെ കഴിച്ചില്ല. എഗ് പ്ലാന്റ് മുഷ് എന്ന് വെച്ചാൽ നമ്മുടെ കത്രിക്ക, ആ ബ്രിഞ്ചലിനെ നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്ലഷ് ഒരു സ്പോഞ്ച് രീതിയിലാവത്തില്ല. അതിനാണ് എഗ് പ്ലാന്റ് മുഷ് എന്ന് പറയുന്നത്. അത് മാത്രമേ ഇയാൾ കഴിക്കാറുള്ളൂ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീം ടു ബി പേഷ്യൻസ്. ഇദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അത്ഭുത ശക്തി എന്ന് പറയുന്നത് പേഷ്യൻസ് മാത്രമാണ് എന്നാണ് ഇവിടെ തോന്നുന്നത്. അത് ക്ഷമ. ഇവരെന്തൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹം ആക്രമിക്കുകയോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. തൻ്റെ വിങ്സിലെ പാരസൈറ്റ്സ്, ചെറിയ പ്രാണികളെ തിന്നാൻ വേണ്ടി കോഴികൾ ഇദ്ദേഹത്തെ കൊത്തിയപ്പോൾ പോലും ഇദ്ദേഹം എന്ത് ചെയ്തില്ല, ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പേഷ്യൻ്റാണ് ഇരുന്നത്. He was patient again when the cripples pulled out his feathers to touch their limbs with. ക്രിപ്പിൾസ്, വികലാംഗര് ഇദ്ദേഹത്തിൻ്റെ തൂവലുകൾ പറിച്ചെടുത്ത് ഇവരുടെ കയ്യിലും കാലിലും വയ്ക്കും. എന്തിന്? ഭേദമാകാൻ വേണ്ടി, ശരിയാകാൻ വേണ്ടി. അപ്പോൾ പോലും ഇദ്ദേഹം പേഷ്യൻ്റായിട്ടാണ് ഇരുന്നത്. ഹി റിമൈൻഡ് പേഷ്യൻ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. വളരെ ദയാലുക്കൾ ആയിട്ടുള്ള ആൾക്കാർ പോലും ഇദ്ദേഹത്തിൻ്റെ നേരെ കല്ലെടുത്തെറിഞ്ഞപ്പോഴും ഇദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല. വളരെ പേഷ്യൻ്റായിട്ടാണ് ഇരുന്നത്. മോസ്റ്റ് മേഴ്സിഫുൾ എന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരെ നമ്മൾ പറയാറില്ലേ, അവർ പോലും ഇദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി, ഇദ്ദേഹത്തിൻ്റെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും എന്ത് ചെയ്തില്ല, അയാൾ ഒന്നും ചെയ്തില്ല. പേഷ്യൻ്റായിട്ടാണ് ഇരുന്നത്. ആഫ്റ്റർ ഓൾ ദേ വെർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അവർ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അവരെ കല്ലെറിഞ്ഞതും കമ്പ് കൊണ്ട് കുത്തിയതും എല്ലാം ഇദ്ദേഹത്തെ എണീപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം എണീറ്റ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. ആ ഒരു ടൈമിലാണ് ആ നാട്ടിൽ ഒരു ട്രാവലിംഗ് ഷോ, നമ്മുടെ സർക്കസ് എന്നൊക്കെ പറയാറില്ലേ, അതേപോലൊരു സംഭവം അവിടെ എത്തിയത്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഇടയിലൊരു സ്ത്രീയുണ്ട്. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അതായത് ഇടിയും മിന്നലും അടിച്ച് സ്പൈഡറായി മാറിയ ഒരു സ്ത്രീയുണ്ട്. അതാണ് ആ ഒരു ട്രാവലിംഗ് ഷോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദി അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണാനുള്ള പൈസയെക്കാളും അഡ്മിഷൻ ഫീയേക്കാളും വളരെ കുറവാണ് ആ സ്പൈഡറായിട്ട് ചേഞ്ചായ സ്ത്രീയെ കാണാനുള്ള അഡ്മിഷൻ ഫീ. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹെർ. അതുകൊണ്ട് ആൾക്കാരെല്ലാം ആ സ്പൈഡർ വുമനെ കാണാൻ വേണ്ടി പോകാൻ തുടങ്ങി. They were also permitted to ask her all manner of questions about her absurd state. അവരുടെ ഈ ഒരു വിചിത്രമായ അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തെ കുറിച്ച് എന്ത് ചോദ്യം വേണമെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അതിനുള്ള പെർമിഷനും ആ ട്രാവലിംഗ് ഷോയിലുള്ള ആൾക്കാർ കൊടുക്കാറുണ്ട് ജനങ്ങൾക്ക്. ദി ഓണേഴ്സ് ഓഫ് ദി ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. ഓണേഴ്സ് ഓഫ് ദി ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെലയോയും അതുപോലെ എലിസൻ്റെയാണ്. അവർക്ക് വിഷമിക്കാനുള്ള ഒരു കാരണവും ഇവിടെ ഇല്ല. കാരണം with the money they saved, they built a 2-story mansion with balconies and garden. ഇദ്ദേഹത്തെ കാണാൻ വന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ 5 സെൻസിൽ അത് കൂട്ടിവെച്ച് 2-story മാൻഷൻ, 2 നിലയുള്ള ഒരു ബംഗ്ലാവ് ഇവർ പണിതു. അതിലൊരുപാട് ബാൽക്കണികളും ഗാർഡനും ഉണ്ട്. It also had high netting so that crabs wouldn't get in during the winter and iron bars on the windows so that angels wouldn't get in. ഇവർ ഈ വീട് വെച്ച സമയത്ത് വളരെ ഉയരത്തിൽ നെറ്റുകൾ കെട്ടി. എന്തിനെന്ന് വെച്ചാൽ വിൻ്റർ ടൈമിൽ കടലിൽ നിന്നും ക്രാബുകൾ ചൂടിനായിട്ട് അകത്തേക്ക് വരാറുണ്ട്. നമ്മുടെ ഭൂമിയിലല്ല നമ്മുടെ ലാൻഡിലേക്ക് വരാറുണ്ട്, അവിടെ വീടുകളിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവരെ തടയാനുള്ള ഹൈ നെറ്റിങ്ങും പിന്നെ അയൺ ബാറുകളും, വിൻഡോസിൽ അയൺ ബാറുകളും വെച്ചു. എന്തിനു വേണ്ടി? ഇനി ഏതെങ്കിലും ഏഞ്ചൽ വന്നാൽ അതുപോലെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അയൺ ബാറുകളും വെച്ചു. പലയോ ആൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. ബെയിലിഫ് എന്നത് എൻ്റെ ജോലി. ബെയിലിഫ് എന്ന് വെച്ചാൽ ആൻ ഒഫീഷ്യൽ ഹൂ കീപ്സ് ഓർഡർ ആൻഡ് ഇൻ ചാർജ് ഓഫ് പ്രിസണേഴ്സ്. ഓർഡറും പ്രിസണേഴ്സിൻ്റെ ഇൻചാർജുമായിട്ടുള്ള ആളാണ് ബെയിലിഫ് എന്ന് പറയുന്നത്. നമ്മൾ വാർഡൻ എന്ന് പറയാറില്ലേ, ആ ജോലി വിട്ട് ഇത് ഒരു റാബിറ്റ് വാറൻ എന്ന് വെച്ചാൽ നമ്മുടെ റാബിറ്റുകളെ ബ്രീഡ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്തെയാണ് റാബിറ്റ് വാറൻ എന്ന് പറയുന്നത്. അത് ഇദ്ദേഹം നിർമ്മിക്കുകയും അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. Elisanda bought some satin pumps with high heels and many dresses of iridescent silk. എലിസണ്ട ചെയ്തതെന്ന് വെച്ചാൽ സാറ്റിൻ പംപ്സ്, നമ്മുടെ സിൽക്ക് മോഡലിലുള്ള പംപ്സ് എന്ന് വെച്ചാൽ പ്ലെയിൻ ഷൂസാണ്, ഹീലുകളുള്ള പ്ലെയിൻ ഷൂകളെയാണ് നമ്മൾ പമ്പ് എന്ന് പറയുന്നത്.
അതും ഇറിഡിസെൻറ്റ് സിൽക്ക് എന്ന് വെച്ചാൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള സിൽക്ക് കൊണ്ടുള്ള ഡ്രസ്സുകളും എലിസണ്ട വാങ്ങിച്ചു. ദ ചിക്കൻ കൂപ്പ് വാസ് ദി ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. ചിക്കൻ കൂപ്പ് മാത്രമാണ് അവരുടെ ശ്രദ്ധ കിട്ടാത്ത ഒരേ ഒരു സ്ഥലം. ദ ഡങ് ഹീപ്പ് സ്റ്റെൻസ് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. ആ കൂപ്പിൽ നിന്ന് വരുന്ന ഡങ് ഹീപ്പ് സ്റ്റെൻസ്, അതായത് ആ കോഴികളുടെ ആ ഒരു വേസ്റ്റിൻ്റെ സ്മെല്ല് ആ പുതിയ വീടിനെ ഒരു പഴയ വീട് ആയി മാറ്റുകയായിരുന്നു. At first, when the child learned to walk, they were careful that he did not get too close to the coop. അവരുടെ കുട്ടി നടക്കാൻ ആരംഭിച്ചപ്പോഴേക്കും കൂപ്പിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ അവരാദ്യം ശ്രദ്ധിച്ചു. But then they began to lose their fears and got used to the smell. പക്ഷെ പതിയെ അവരുടെ പേടി മാറി ആ സ്മെല്ലിന് അവർക്ക് പരിചിതമാകാൻ തുടങ്ങി. Before the child got his second teeth, he would gone inside the chicken coop to play as the wires were falling apart. ആ കുട്ടിക്ക് ഏകദേശം രണ്ടാമത്തെ പല്ലിന് വരുന്ന ആ ഒരു ടൈമായപ്പോഴേക്കും, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ കുട്ടി എന്തോന്ന് ചെയ്യാൻ തുടങ്ങി, ചിക്കൻ കൂപ്പിൻ്റെ അകത്ത് പോകാനും അവിടെ കളിക്കാനും തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വയറുകളെല്ലാം നശിച്ചു തുടങ്ങി. ചിക്കൻ കൂപ്പിന് ചുറ്റും കിട്ടിയിരിക്കുന്ന വയറുകളെല്ലാം നശിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത്. ദി ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അവർക്ക് രണ്ടുപേർക്കും, അതായത് ചിക്കൻ കൂപ്പിൻ്റെ അത് ഇപ്പോഴെന്തുണ്ട്, ആ ഏഞ്ചലുണ്ട്, ഏഞ്ചലിനും കുട്ടിക്കും ഒരേ ടൈമിൽ എന്ത് വന്നു, ചിക്കൻ പോക്സ് വന്നു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. ആ കുട്ടിയെ നോക്കാൻ വന്ന ഡോക്ടറിൻ്റെ ആ ഒരു ടെംപ്റ്റേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ പനിയൊക്കെ വരുന്ന സമയത്ത് ഡോക്ടേഴ്സ് മറ്റേ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നമ്മുടെ നോക്കാറില്ലേ, നമ്മുടെ ഹൃദയമിടിപ്പ് നോക്കാറില്ലേ, ഈ ഏഞ്ചലിൻ്റെ ഹാർട്ട് ബീറ്റും കേൾക്കാനായിട്ട് ഇദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. He found so much whistling in the heart and so many sounds in the kidneys. ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വിസ്ലിംഗ് സൗണ്ടും അതുപോലെ തന്നെ കിഡ്നിയിലും ഒരുപാട് സൗണ്ടും ഇദ്ദേഹം കേട്ടു. What surprised him most, however, was the logic of his wings. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോജിക്ക്, അതായത് വിങ്സ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടല്ലോ, നമ്മുടെ ഏഞ്ചലിൻ്റെ ശരീരത്തിൽ, ആ ഒരു ലോജിക്കാണ് ഇദ്ദേഹത്തെ കൂടുതലും സർപ്രൈസ് ആക്കിയത്, അത്ഭുതപ്പെടുത്തിയത്. They seem so natural on that completely human organism. ഒരു ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ ആ ഒരു ശരീരത്തിൽ ആ വിങ്സ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ പക്ഷിയുടെ ശരീരത്തിൽ വിങ്സ് വരാറില്ലേ, നമ്മളത് എന്താണെന്ന് ചിന്തിക്കാറില്ല, കാരണം അതിന് വിങ്സ് ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ശരീരത്തിലെ വിങ്സ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് തച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ച് വയ്ക്കുകയോ എന്ന് വിചാരിക്കും. പക്ഷെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ വിങ്സ് ഇരിക്കുന്നത്. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ദം ടു. മറ്റുള്ള ആൾക്കാർക്കും ഈ വിങ്സ് വരാത്തത് എന്തെന്നും അദ്ദേഹത്തെ മനസ്സിലായില്ല. When the child began school, the sun and rain had caused the collapse of the chicken coop. ആ കുട്ടി സ്കൂളിൽ പോകാൻ ആരംഭിച്ചതും സൂര്യനും മഴയും ആ ചിക്കൻ കൂപ്പിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. The angel went dragging himself about here and there like a stray dying man. ഈ നശിച്ച കൂടിൻ്റെ അടുത്ത് കിടന്ന ആ ഏഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രേ ഡൈയിങ് മാൻ, വീടൊന്നുമില്ലാതെ അല്ലെങ്കിൽ കഴിഞ്ഞ് മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരാൾ നടക്കുന്നത് പോലെ നമ്മുടെ ഏഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. He seemed to be in so many places at the same time. ഒരേ സമയത്ത് പല സ്ഥലത്തും ആ ഏഞ്ചലിനെ കാണാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്താ പറയുക, പേടി കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം ഓടുന്നതായിരിക്കാം. He could scarcely eat and his eyes had also become so foggy that he went about bumping into posts. അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റുട്ടീൻ എങ്ങനെ മാറിയെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. കുറത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം ഒരുമാതിരി പുക മൂടുന്നത് പോലെ രീതിയിൽ മാറി. അങ്ങനെ പതിയെ അദ്ദേഹം പോസ്റ്റുകളിൽ തടികളിൽ പോസ്റ്റുകളിൽ വന്ന് ബമ്പ് ചെയ്യാൻ ഇടിക്കാൻ തുടങ്ങി. പലയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പലയോ അദ്ദേഹത്തിന് നേരെ ഒരു ബ്ലാങ്കറ്റ് എറിഞ്ഞു കൊടുക്കുകയും ആ ഏഞ്ചലിനെ ഷെഡിൽ ഉറങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോൾ മാത്രമാണ് അവരെ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് രാത്രിയാകുമ്പോൾ ഒരു ടെമ്പറേച്ചർ, ചെറിയൊരു പനി പോലെ വരാറുണ്ട്. ദേ ബിക്കെയിം അലാം ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർ പെട്ടെന്ന് പേടിച്ചു. കാരണം വെച്ചാൽ അദ്ദേഹം പെട്ടെന്ന് മരിക്കുമോ എന്നവർക്ക് ഒരു പേടി തോന്നി. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ആ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള വിൻ്റർ തണുപ്പ് പോലും അദ്ദേഹം സർവൈവ് ചെയ്യുകയും പിറ്റേ ദിവസമുള്ള ആദ്യത്തെ ആ ഒരു സണ്ണി ഡേയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഹി റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. ആ കോർട്ട്യാർഡിൻ്റെ ഏറ്റവും ഫാദസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അറ്റത്തെ മൂലയിൽ കിടന്ന് അദ്ദേഹം മോഷൻലെസ് എന്ന് വെച്ചാൽ അനങ്ങാതെ ഒരുപാട് ദിവസം കിടക്കാൻ തുടങ്ങി. അറ്റ് ദി ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബറിന് തുടക്കമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വിങ്സിൽ കുറച്ച് ലാർജായിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള നല്ല കട്ടിയുള്ള വിങ്സ്
മുളയ്ക്കാൻ തുടങ്ങി. ദേ ലുക്ക് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. നീ പിക്ചറിൽ കണ്ട സ്കെയർ ക്രോ, ഈ സ്കെയർ ക്രോയുടെ ഫെതർ പോലെ വരാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ എലിസണ്ട കുറച്ച് ഒനിയൻസ് ഉള്ളി അരിയുകയായിരുന്നു, സവാള അരിയുകയായിരുന്നു. ആ സമയത്ത് കിച്ചണിലേക്ക് ഒരു കാറ്റടിച്ച് കയറി. Then she went to the window and found the angel in his first attempts at flight. ആ കാറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി എലിസണ്ട കണ്ടത് നമ്മുടെ ഏഞ്ചൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്, പറക്കാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് അവിടെ നടത്തുകയാണ്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം വളരെ ക്ലംസി എന്ന് വെച്ചാൽ എന്താ പറയുക, കൃത്യമല്ലാത്ത രീതി. അല്ലെങ്കിൽ നമ്മൾ ഈ നടക്കുന്ന സമയത്ത് കുട്ടികളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ തോന്നാറില്ലേ, അതാണ് ക്ലംസി എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ പറക്കാൻ തുടങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് എയറിലൊരു ഗ്രിപ്പ് കിട്ടാതാവുകയും ഷെഡിനെ തന്നെ തകർക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലൈറ്റിംഗ് രീതി മാറുകയും ചെയ്തു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ പതിയെ അദ്ദേഹം ആൾട്ടിറ്റ്യൂഡ്, അത് ഉയരത്തിൽ പറക്കാനായിട്ട് തുടങ്ങി. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓഫ് ദ ലാസ്റ്റ് ഹൗസസ്. അവസാനത്തെ വീടും ഇദ്ദേഹം പറന്ന് അവസാനത്തെ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് എലിസണ്ട ഒരു സൈ ഓഫ് റിലീഫ്, ഒരു ദീർഘനിശ്വാസം വിട്ടത്. അത് എന്തിനെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി മാത്രമല്ല, ആ ഏഞ്ചലിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ശ്വാസമാണ് എലിസണ്ട ഇപ്പോൾ എന്ത് ചെയ്തത്, വിട്ടത്. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് എ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സീനൈൽ വൾച്ചർ. അദ്ദേഹം ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയരത്തിൽ നിൽക്കുക എന്നാണ്. അദ്ദേഹം പറന്ന് ഉയരം നിൽക്കുകയാണ്. ആ ഉയരത്തിൽ നിൽക്കുന്ന രീതി എന്ന് വെച്ചാൽ വിത്ത് എ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സീനൈൽ വൾച്ചർ. ഒരു വൾച്ചർ, സീനൈൽ വൾച്ചർ എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് ആകുന്ന സമയത്ത് മെമ്മറി ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു എന്നത് മനസ്സിലാകാത്ത രീതിയിലുള്ള അവസ്ഥയാണ് സീനൈൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഒരു വൾച്ചർ പറക്കാനോ അല്ലെങ്കിൽ ഇനി എങ്ങോട്ട് പോകണമെന്നോ അറിഞ്ഞൂടാത്ത രീതിയിൽ പറന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു വൾച്ചറിനെ പോലെ ആണ് എലിസണ്ട അദ്ദേഹത്തെ കണ്ടത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഓണിയൻസ് കട്ട് ചെയ്യുന്ന അവസരത്തിൽ പോലും അവൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ നോക്കി നിന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ ടു സീ ഹിം. അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത അവസ്ഥ എത്തുന്നത് വരെ അവൾ എന്തോന്ന് ചെയ്തു, അയാളെ നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. അവളുടെ ജീവിതത്തിലെ ഒരു അനോയൻസ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന രീതിയിൽ മാറി ആ ഹൊറൈസണിലുള്ള ഒരു ഇമാജിനറി ഡോട്ട്, ഇല്ലാത്ത ഒരു തരത്തിലുള്ളൊരു കുത്ത്, ഒരു പോയിൻ്റായി ഇദ്ദേഹം മാറിക്കഴിഞ്ഞു. ഇതാണ് ഈ ചാപ്റ്റർ. ഒരു അഡാപ്റ്റഡ് ആണ്, ഇതൊരു വലിയ ചാപ്റ്ററാണ്. അതിൽ കുറച്ച് പോർഷൻസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്ററിൽ ആ ഒരു കഥയില്ലേ, ഇതൊരു മാജിക്കൽ റിയലിസം എന്നൊരു ജോൺറയാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാജിക്കൽ റിയലിസം എന്ന് വെച്ചാൽ ലാസ്റ്റ് സെഞ്ച്വറിയിൽ, അപ്പോൾ നമ്മൾ 21st സെഞ്ച്വറിയാണ്. 20th സെഞ്ച്വറിയിൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റൈൽ ഓഫ് നെറേറ്റീവാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സായ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്, അതുപോലെ തന്നെ സൽമാൻ റുഷ്ദി, ഏഞ്ചല കാർട്ടർ, ഇവരെല്ലാം ഈ ഒരു ജോൺറയിൽ ഒരുപാട് കഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കഥകളോ നോവലുകളോ വർക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഇറ്റ് ഡെപിക്ട്സ് ദ റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർകറന്റ് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ അതിൻ്റെ കൂടെ തന്നെ മാജിക് അല്ലെങ്കിൽ ഫാൻറ്റസി, ഫിക്ഷൻ എന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടി ചേർത്തിട്ടുള്ള കഥകളാണ്, അല്ലെങ്കിൽ കഥാ രീതിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ലൈക്ക് ഫെയറി ടെയിൽ, നമ്മുടെ ഫെയറി ടെയിലില്ലേ, നമ്മുടെ സിൻഡ്രല, അതുപോലെ തന്നെ സ്നോ വൈറ്റ് എന്നൊക്കെ പറയാറില്ല, ആ ഒരു തരത്തിലുള്ള രീതി. വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഫെയറി ടെയിൽ പോലെ ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു ലൈൻ വ്യത്യസ്തപ്പെടുന്ന ആ ഒരു ലൈൻ മാജിക്കൽ റിയലിസം ബ്ലർ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ കുറച്ച് ഫാൻറ്റസി മാജിക്കും കൂടി ചേർന്നുള്ള പരിപാടി, അതാണ് മാജിക്കൽ റിയലിസം. അപ്പോൾ ഇനി റൈറ്ററിനെ കുറിച്ച് നോക്കാം. റൈറ്റർ ആരാണ്? ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ആണ്. 1927 ജനിച്ചു, 2014 മരിച്ചിട്ട് ഏകദേശം ഒരു 10-11 വർഷമായതേ ഉള്ളൂ. ആസ് എ കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ 20th സെഞ്ച്വറിയിലെ ഒരു ഗ്രേറ്റസ്റ്റ് റൈറ്റർ എന്നറിയപ്പെടുന്ന ഒരു കൊളംബിയൻ നോവലിസ്റ്റാണ് നമ്മുടെ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്. ഹി വാസ് അവാർഡഡ് ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേർണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഇദ്ദേഹം
വൺ ഓഫ് ദ ബെസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മുടെ ടൈമിൽ ബെസ്റ്റായിട്ടുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ റൈറ്ററായിട്ട് ഇദ്ദേഹത്തെ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമിലറുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റായി ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസിൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, കാത്തിരിക്കുക.